ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് പള്ളിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന 5 സെൻറ് സ്ഥലത്ത് 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡോടുകൂടി വരുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായാണ് ഗോൾഡൻ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ മുന്നിലായി നമുക്ക് കാണാം 5 മീറ്ററോളം വീതി വരുന്ന പഞ്ചായത്ത് ടാറിംഗ് റോഡിന് മുന്നിലായാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. കാണുന്ന പോലെ തന്നെ കണ്ടംപററി സ്റ്റൈലിൽ പണിതിട്ടുള്ള വീടിൻ്റെ എലിവേഷൻ മനോഹരമായി തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്ററും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 20 കിലോമീറ്ററും ദൂരത്തായാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഇനി നമുക്ക് വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായ ചുറ്റുമതിലുകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ളൊരു ഗേറ്റ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് നേരെ കയറി വരുമ്പോൾ വലിപ്പമുള്ളൊരു മുറ്റം നമുക്ക് കാണാം. അവിടെ കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 2-3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ വീട് സ്ഥിതി ചെയ്യുന്ന 5 സെൻറ്റിൽ ആണ്. ഇതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ വേറൊരു 5 സെൻറ്റും കൂടെ നമുക്ക് ലഭിക്കുന്ന രീതിയിലുള്ളൊരു പ്രൊജക്റ്റാണ്. 5 സെൻറ്റ് വേണ്ടവർക്ക് 5 സെൻറ്റും ഈ വീടും വാങ്ങിക്കാം. അല്ലാത്തവർക്ക് 10 സെൻറ്റും ഈ വീടായിട്ട് വാങ്ങിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വീടിൻ്റെ ചുറ്റുഭാഗങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടി തന്നെയാണ് വീടിൻ്റെ ചുറ്റുഭാഗങ്ങളെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളെല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളവും പൈപ്പ് കണക്ഷനും അവൈലബിൾ ആണ്. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ വീടിൻ്റെ അടുക്കളയുടെ ഭാഗത്ത് വടക്ക് കിഴക്കേ മൂലയിലാണ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. മനോഹരമായ ഈ ഒരു വീടിൻ്റെ പുറം നമ്മളിപ്പോൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്കാണ് പ്രവേശിക്കേണ്ടത്. ഫ്രണ്ടിലായി വലിപ്പമുള്ളൊരു സിറ്റൗട്ടെല്ലാം ലഭിക്കുന്നുണ്ട്. ഈ ഒരു 5 സെൻറ്റ് സ്ഥലമാണ് ഈ വീടിനോട് ചേർന്ന് നമുക്ക് ലഭിക്കുന്നത്. ആ 5 സെൻറ്റും വീടിനോട് ചേർന്നുള്ള 5 സെൻറ്റും ലഭിക്കുന്നുണ്ട്. ഈ 5 സെൻറ്റിൻ്റെയും ഫ്രണ്ടിലായി നമുക്ക് കാണാം ഈ റോഡ് ഫ്രണ്ട് തന്നെയാണ് ലഭിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻഡോർ പ്ലാന്റുകളെല്ലാം നട്ടിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി സിറ്റ് ഔട്ടിന് ഗ്രാനൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ടിലെ ഡോറിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായിട്ടാണ് ഡോറിൻ്റെ ദർശനം വരുന്നത്. മനോഹരമായ മഹാഗണിയും ആഞ്ഞിലിയുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഇനി 2 സൈഡിലേക്കും ഫോൾഡിങ്ങിന് തുറക്കാവുന്ന ഡോറ് തുറന്ന് ഇനി വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുന്നത് അതിവിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിൻ്റെ മുകളിലെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് ആ ഒരു ഏരിയ കവർ ചെയ്തിട്ടുള്ളത്. നേരെ കാണുന്ന ഭിത്തിയിൽ ഒരു TV യൂണിറ്റും നമുക്ക് കാണാം. മൾട്ടിവുഡിലാണ് TV യൂണിറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ ഇവിടുത്തെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിലേക്ക് കടക്കുന്ന കവാടം നമുക്ക് കാണാം. മനോഹരമായ ഒരു പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ CNC കട്ടിങ്ങോട് കൂടി വരുന്നൊരു പാർട്ടീഷൻ തന്നെയാണ്. ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ 10ഓളം ചെയറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ടേബിൾ ഇടാവുന്നൊരു സ്പേസ് ഈ ഒരു ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഒരു സൈഡിലായിട്ട് ഇൻഡോർ പ്ലാന്റുകളെല്ലാം നട്ടിട്ടുണ്ട്. അവിടെ ഒരു പറകോള കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കാണാം. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റോടു കൂടിയാണ് കിച്ചൻ്റെ കവാടം നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. LED ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കിച്ചൻ്റെ കവാടം നിർമ്മിച്ചിട്ടുള്ളത്. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. അവിടെ ഗ്രേ കളറും വൈറ്റ് കളറും കോമ്പിനേഷനിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിങ്ങിൽ വരുന്ന മാറ്റ് ടൈലുകളാണ് കിച്ചനായി യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലും അഡീഷണൽ സിങ്കും സെപ്പറേറ്റ് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളൊരു ഏരിയ നമുക്ക് കാണാം. അതുകൊണ്ട് വർക്ക് ഏരിയ എടുക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന വലിപ്പമുള്ളൊരു കിച്ചൺ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. താഴെ നിലയിൽ 2 ബെഡ്റൂമും 1ാമത്തെ നിലയിൽ 2 ബെഡ്റൂമോടുകൂടി വരുന്ന വീടാണ്. താഴത്തെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂമിന് ഏകദേശം 14 അടി നീളവും 11 അടി വീതിയും ലഭിക്കുന്ന ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ബാത്റൂമിൻ്റെ ഡോറിനായി യൂസ് ചെയ്തിട്ടുള്ളത്.
മനോഹരമായ ടൈലുകളെല്ലാം ഒട്ടിച്ച് സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസും തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലുകളാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഒരു ബെഡ്റൂം ഏകദേശം 14.5 അടി നീളം തന്നെ ലഭിക്കുന്നുണ്ട്. ഇതിന് 11 അടി വീതിയാണുള്ളത്. ഇവിടെയും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. 2 ഭിത്തിയിലും 3 പാളിയുടെ ജനൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ബെഡ്റൂമുകളിലേക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് കാണാം. വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് എല്ലാ ബെഡ്റൂമിനായി ലഭിക്കുന്നത്. ഡൈനിങ് ഹാളിൽ ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെയർ കയറി 1ാമത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിൽ വരുന്ന മാറ്റ് ടൈലുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിൽ വരുന്ന ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ താഴെ ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷൻ എല്ലാം ആ ഒരു ഏരിയയിലാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി 1ാമത്തെ നിലയിലേക്ക് പോകാം. നേരെ കയറി വരുമ്പോൾ അതിവിശാലമായ ഒരു എൽ ഷേപ്പിൽ വരുന്നൊരു ഹോളിലേക്കാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. മനോഹരമായ ഒരു ഹോള് തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഹോളിൻ്റെ ഈ ഒരു നേരെ കാണുന്ന ഈ ഒരു സ്പേസിലായിട്ടാണ് 2 ബെഡ്റൂം വരുന്നത്. നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. താഴെ കണ്ട പോലെ തന്നെ വലിപ്പമുള്ള ബെഡ്റൂമുകൾ മുകളിലെ നിലയിലും ലഭിക്കുന്നുണ്ട്. താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതിൻ്റെ നേരെ മുകളിലായാണ് ഈ ഒരു ബെഡ്റൂമുകൾ വരുന്നത്. എറണാകുളം ജില്ലയുടെ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലം. ആ ഒരു സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളിക്കരയ്ക്ക് ഏറ്റവും തൊട്ടടുത്ത സ്ഥലങ്ങളാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന സ്ഥലം, വണ്ടർല, കോലഞ്ചേരി, പുത്തൻകുരിശി എന്നിവിടങ്ങളിലേക്കെല്ലാം ഈസി ആയിട്ട് പോകാവുന്ന ഒരു ഏരിയയാണ് ഈ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലം. അവിടെയായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലാണ് വന്ന് നിൽക്കുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കും പോകാനുണ്ട്. അതിനു മുന്നായി നമുക്ക് ഇനി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 8 കിലോമീറ്റർ മാത്രം ദൂരത്തായി പള്ളിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന 5 സെൻറ്റോ അതോ 10 സെൻറ്റോ സ്ഥലമായിട്ട് വാങ്ങിക്കാവുന്ന ഈ ഒരു വീട് 5 സെൻറ്റ് പ്ലസ് 1780 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡോട് കൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 75 ലക്ഷം രൂപയും, കൂടാതെ 10 സെൻറ്റും ഈ 1780 സ്ക്വയർ ഫീറ്റും വാങ്ങിക്കുകയാണെങ്കിൽ 95 ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്ന റേറ്റ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.